ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോളിൻ്റെ ഒരു വീഡിയോയിലേക്കാണ്. അപ്പം നമ്മളിനി പുതിയൊരു എന്താ പറയുന്നത് അക്കൗണ്ട് തുടങ്ങി. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പം എൻ്റെ ഗെയിം പ്ലാൻ ഞാൻ കാണിച്ചു തരാം. ഇത്ര ഇതുണ്ടല്ലോ, ഇനി എൻ്റെ അകത്ത് ഇത്ര കിടപ്പുണ്ട്, ഇട്ടിട്ടില്ല. അപ്പം ഇടാൻ വേണ്ടി ഇരിക്കുക. അപ്പം നമ്മളിപ്പോൾ ഇടും. പ്ലേസിന് ഇടുന്നതിന് മുമ്പ് ഒരു കളി കളിക്കാൻ പോവുക. ഇപ്പം ഇതിൻ്റെ അകത്ത് കിടക്കുന്ന പ്ലേസ് ഇപ്പം പുറത്തുനിന്നുള്ള പ്ലേസ് ഉണ്ടല്ലോ, അതൊക്കെ എത്തിക്കായിട്ട് നോക്കിക്ക് പിന്നെ അത്യാവശ്യം കളിക്കുന്നവന്മാർ ഇതൊക്കെ മൊണ്ണകളാണ്. അപ്പം ഇത് വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഒരു അക്കൗണ്ട് എങ്ങനെ നല്ലോണം ബിൽഡ് ചെയ്യണം, എന്നിട്ട് നമുക്ക് അതും കൊണ്ടൊന്ന് കളിക്കണം. അത് ജസ്റ്റ് ഈവൻസിൻ്റെ അകത്ത് കയറി കഴിയുകയാണെങ്കിൽ കാണാം. ഇപ്പം നാഷണൽ ഇന്ത്യൻ കപ്പ് അല്ല ജപ്പാനീസ് കപ്പ്, യൂറോപ്യൻ കപ്പ്, അങ്ങനെ ഇത്രയും മാച്ച് ഏയിലുണ്ട്. ഫസ്റ്റ് തന്നെ കയറാം. അപ്പോൾ ഞാൻ ഇതൊന്നും ഉണ്ടാക്കി അക്കൗണ്ട്, എൻ്റെ വേറെ അക്കൗണ്ടും കൊണ്ട് പിന്നെ അത് വരുന്ന ദിവസങ്ങളിൽ എന്തുവാ നിങ്ങൾക്ക് പേര് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഗെയിം പ്ലേ. ഓക്കെ, നമ്മൾ ബാർസലോണ അവന്മാരെ വേറെ ഏതോ ടീമാണ്. ഇതെങ്ങനെ കയറി ബ്രോ? നമ്മൾ ബാക്ക് ഇറങ്ങാം. ജനറൽ ഇതങ്ങനെ ഓട്ടോമാറ്റിക് വരുന്നതാണെന്ന് തോന്നുന്നു, കേട്ടിട്ടില്ല. ഓക്കെ, സബുള്ള മരം ഇറക്കിയാൽ എൻ്റെ നമുക്കിപ്പോൾ ഈ കളി ഒന്ന് കളിച്ച് നോക്കാം. ഇപ്പം എങ്ങനെ എൻ്റെ കൺട്രോൾസ് പറഞ്ഞു തന്നിട്ട് നമുക്കൊരു അക്കൗണ്ട് ബിൽഡ് ചെയ്യാം. കൺട്രോളൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ലോഡിങ് ഒക്കെ ലോഡിങ് ആയിട്ട് ഇരിക്കുക. ബാർസലോണ വേഴ്സസ് എന്ന വേറെ എന്തൊരു മണ്ണ അപ്പുണ്ട്, വേറെ ഏത് മൂന്ന ടീമാണ്. അപ്പം കളിക്കാം നമ്മൾ. പിന്നെ അപ്പം ഞാൻ ഇതാണ് കൺട്രോളർ എന്ന് പറയുന്നത്. ഈ ഡാഷ് അമ്മയ്ക്ക് പിടിക്കുകയാണെങ്കിൽ ബോളും കൊണ്ട് വേഗത്തിൽ നമുക്ക് കയറി പോവാം. ഇനി അടുത്തത് ഈ ബോൾ ഇങ്ങനെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് എടുക്കണമെങ്കിൽ ഒന്ന് ഈ ഡാഷ് ആണ് പ്രഷർ എന്ന് പറയുന്ന സാധനം നെക്കി പിടിച്ച് തന്നെ ഓടിക്കോളും. പിന്നെ കൺട്രോളിൽ പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി അങ്ങനെയല്ല വേണ്ടത്. ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് കൊടുക്കും അങ്ങോട്ട്, ചുമ്മാ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇടുക. ഇപ്പം അവന്മാരൊന്ന് എടുക്കട്ടെ, ഇങ്ങനെ ഒന്ന് എടുക്കുക. ഓക്കെ, ഇപ്പം അവന്മാരത് എടുത്തു. മാച്ചപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതെടുക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാം, ഓടിപ്പോയി എടുക്കാം. ഷൂട്ട് ഇച്ചിരി അങ്ങോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഷൂട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ പവറിനനുസരിച്ച് ഒറ്റവട്ടം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് പവറായി. അപ്പോൾ അത് ഇച്ചിരി കാര്യങ്ങളൊക്കെ ഇനി അത് നമുക്ക് ഇനി ട്വിറ്ററിലായിട്ട് വരും. ഇപ്പോൾ പറഞ്ഞതും കൂടെ കൂട്ടി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടെല്ലാം ലൈക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഇച്ചിരി പവറിലടിച്ച് നടുക്കൊന്ന് അടിച്ചാൽ കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. നടുക്കൊന്ന് അടിച്ച് നോക്കാം. നടുക്കൊന്നിപ്പോൾ അടിക്കണമെങ്കിൽ കുറച്ച് ബോൾ നമ്മുടെ കൈ വേണം. അപ്പോൾ നമ്മൾ ഡാഷിനൊക്കെയാണ് എപ്പോഴും ബോൾ എടുക്കുന്നത്, അതിൻ്റെ ഏത് അക്കൗണ്ട് ആണെങ്കിലും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് കണ്ടു ഇങ്ങനെയൊക്കെ അടിക്കാം. മാച്ചപ്പ് ഇപ്പോൾ ഗോൾ കീപ്പറിൻ്റെ ആയിരിക്കുവാണെങ്കിൽ മാച്ചപ്പ് കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാൻ പറ്റത്തില്ല, തറയിട്ടാലും എടുക്കാൻ പറ്റും. ഞാനിത് ആയില്ലായിരുന്നു. ഇപ്പം നമുക്ക് ജസ്റ്റ് ഡാഷ് നോക്കിയാൽ മതി. കണ്ടോ, ക്രോസ് ബാർ തട്ടി. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വലിയ കൺട്രോളൊന്നുമില്ല. നമുക്ക് കൺട്രോൾ എന്ന് വെച്ചാൽ ബോളൊന്ന് കൺട്രോൾ ഹാൻഡിൽ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. അത് നമുക്ക് സ്കില്ലപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണിക്കാം, ഈ എപ്പിസോഡിൽ തന്നെ കാണിക്കാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അല്ല ഈ എപ്പിസോഡിലല്ല അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഇത്തിരി പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. സ്കില്ലപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇടാം.
അതെ, ഇങ്ങനെ തെള്ളിയിടാം. കണ്ടോ, ഇപ്പം ഞാൻ തെള്ളി കിട്ടും. അത് ടാക്കിൾ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പം എനിക്ക് യെല്ലോ കാർഡ് കിട്ടി. ഇനി വലുതായിട്ടാണ് ഇഞ്ചറി എന്തെങ്കിലും പറ്റുവാണെങ്കിൽ എനിക്ക് യെല്ലോ കാർഡ് അല്ല റെഡ് കാർഡ് കിട്ടും. അപ്പോൾ പിന്നെ എനിക്ക് ആ കളി പിന്നെ ഈ അക്കൗണ്ടിൽ 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു കളിയും കൂടെ കളിച്ച് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ച ഇങ്ങനെ വെയിറ്റ് ചെയ്താണെങ്കിൽ തന്നെ കിട്ടും. എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ പറ്റും. വേറൊരു പ്രോ അക്കൗണ്ട് ഉണ്ട്. പ്രോ അക്കൗണ്ടിലെ പേഴ്സണൽ അക്കൗണ്ട്. ഇത് യൂട്യൂബ് ഇടാൻ വേണ്ടിയുള്ള അക്കൗണ്ടാണ്. ഹാരിക്കേൻ ഓടുന്നുണ്ടോ, ഡാഷ് നമുക്കൊന്ന് ഓടുന്നുണ്ടോ. ഇനി നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ കൺട്രോളർ താഴോട്ടാക്കിയിട്ട് ഡാഷ് 2 വട്ടം അമയ്ക്കുക. ഇത് സ്കില്ല് വീഴും. കണ്ടോ കണ്ടോ കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കളിക്കണ്ടേ. അല്ലാതെ വേറെ വലിയ ഇതൊന്നുമില്ല. അത്യാവശ്യം പ്രോ ലെവലായിട്ട് കളിക്കണം എന്ന് പറയുന്നില്ല. എൻ്റെ കയ്യിൽ ഞാൻ 3 ദിവസം കൊണ്ട് 3000 അടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. 3-4 ദിവസം കൊണ്ട് എന്തായാലും അതിൽ കൂലായിട്ടില്ല. ഒരാഴ്ച അകത്തേന് 3000 അടിച്ചു തന്നെ. എൻ്റെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ജപ്പാനിലോട്ട് റീജിയൻ ഇട്ടപ്പോൾ ആയതാണ്. ജപ്പാനും പോട്ടെ, ഇന്ത്യയിൽ നിന്ന് മാറ്റി ബ്രസീലിലോട്ടാക്കി. കാരണം എൻ്റെ അകത്ത് കൊനാമിയുടെ സംഭവമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ കൺട്രോളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, വലിയതൊന്നുമില്ല. അടുത്ത എപ്പിസോഡ് അവരെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മാച്ച് കളിച്ച് കാണിച്ചു തരാം. വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് പോവുക, ഇങ്ങനെ ഒന്ന് എടുക്കുക, ഇങ്ങനെ പോകും. ഇപ്പോൾ നമ്മൾ ബാക്ക് പാസ്സൊക്കെ ഇട്ട് കണ്ടല്ലോ. ഇപ്പോൾ അവൻ്റെ ബോൾ കിട്ടി, ഞാൻ ക്ലിയർ അടിച്ച് കളഞ്ഞു. ഇപ്പം ഒന്നോടെ ഞാനിതല്ലേ ട്രാക്കിൾ ചെയ്ത്. പിന്നെ റെഡ് കാർഡ് കിട്ടല്ലേ? ആ അതെ, എല്ലാ കാർഡ്. അയ്യോ, കണ്ടല്ലോ, ഇത്രേ ഉള്ളു കാര്യം. ഇപ്പം റെഡ് കാർഡ് എനിക്ക് കിട്ടി. ഇനി ഞാൻ എന്താ ഗെയിം പ്ലാനിലോട്ട് എടുക്കുവാണെങ്കിൽ ഇവനാണ് റെഡ് കാർഡ് കിട്ടിയത്. ഇവനെ എനിക്കിനി സബിലോട്ട് മാറ്റാനും പറ്റത്തില്ല. ഈ സബിൽ ഇങ്ങോട്ട് കയറ്റി കരുവാണെങ്കിൽ അവനെനിക്ക് വേറെ ആരായിട്ടാണ് കളിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. കണ്ടു, കയറത്തില്ല. കാരണം എനിക്ക് 10 പ്ലേയേഴ്സ് എനിക്ക് കളിക്കാവുള്ളൂ. ആ കളിയിൽ നിന്ന് എനിക്കിനി 10 പ്ലേയേഴ്സ് ഈ കളിയാണ്. ആക്ച്വലി ഗെയിം കളിച്ച് വെച്ച് പഠിച്ചാൽ മതി. ടാക്കിൾ ഒന്നോടെ. ഇനി റെഡ് കാർഡ് വീണെന്ന് സീനൊന്നുമില്ല കേട്ടോ. ഒന്നൂടെ കളിക്കണമെന്നേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. വാ, കറക്റ്റ് ഒരു എന്താ പറയുന്നത് കോർണർ ഇതായിരുന്നു. അവന്മാരെയൊക്കെ നല്ല കിണ്ണം കാച്ചി പ്ലേസ് കേട്ടോ. കണ്ടോ, ഇപ്പം അതാ അവൻ എന്തോ എൻ്റെ അടുത്ത് ഷോ കാണിച്ചപ്പോൾ ഇപ്പോൾ ബോൾ അങ്ങോട്ട് അടിക്കാന്നില്ല, അവനെ എടുത്ത് മറ്റൊന്നും എടുത്തില്ലേ. അപ്പോൾ അതിൻ്റെ പ്രതികാരം ജസ്റ്റ് തീർത്ത് കൊടുത്ത് അണ്ണാൻ്റെ തലക്കടിക്കാൻ കൊടുത്ത്. വലിയ ഇതൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമുക്ക് പ്രതികാരമൊക്കെ തീർക്കണമെങ്കിൽ പ്ലേയേഴ്സിൻ്റെ തലയ്ക്ക് വല്ല എടുത്തിട്ടാൽ മതി. അവൻ വിചാരിക്കും കൺട്രോൾ, ഞാൻ ഒരു പ്ലെയറിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കും. കണ്ടല്ലോ, ഇനിയാണ് പറയുന്നത് കോർണർ കിക്ക് എടുക്കുന്നത് എങ്ങനെയാണ്. ഇത് എന്താ പറയുന്നത് ഷൂട്ട് എടുക്കുക. എനിക്കറിയാം. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് ഇത് എന്തുവാ ഏത് സ്ഥലത്തോട്ട് വേണമെന്നുള്ള ഇതാണ്. റൈറ്റ് സൈഡിൽ പവർ സൈഡ്, എങ്ങോട്ട് ബോൾ പോകുന്ന സൈഡ്. ഇപ്പം കെറിവായിട്ടാണ് പോയെന്നെങ്കിൽ കറക്റ്റ് കെറിവായിട്ടാണ് കിട്ടും. കണ്ടു, വലിയ ഇതൊന്നുമില്ല, വലിയ സീനൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകാം. കണ്ടല്ലോ, ഇതൊന്നുകൂടെ കൊടുത്തതാണ്. ഇച്ചിരി അഹങ്കാരത്തിലമാർക്കിൻ്റെ അത് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കണമല്ലോ, ലാസ്റ്റ് അങ്ങനെ കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഹാഫ് ടൈം ആയതേ ഉള്ളൂ. നിങ്ങൾ കളി തീർന്നു വിചാരിക്കില്ലേ. ഹാഫ് ടൈമായി, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞെന്നൊക്കെ ചില ആൾക്കാർ പറയും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് അവന്മാരത്തോ ഈ ഒരു മാർക്ക് സ്കോർ എനിക്കിപ്പോൾ ഒരു കൂടി തരുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് അവൻ നിന്ന് കറക്കി. അപ്പോൾ ഞാൻ ഇന്ന് കറക്കിയല്ല, ശരിക്കും അവനെ ജസ്റ്റ് തെള്ളിയിടാൻ വേണ്ടിയൊക്കെ. അത് ഗോളായില്ല, പക്ഷെ പുള്ളിക്കാരൻ ചാടി കേട്ടു. കാണാം,
ഞാൻ അല്ലല്ല പിന്നെ ഹൈലൈറ്റ്സ് കാണിച്ചു തരാം. അതൊക്കെ നമുക്ക് വലിയ പഠിക്കണം കഴിച്ചു. നമ്മൾ ഇതിൻ്റെ അകത്ത് പുതിയൊരു സീരീസ് തുടങ്ങുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആ സീരീസ് കാണാം. അപ്പോൾ നമ്മൾക്കിനി ഇച്ചിരി പ്രൊഫഷണലായിട്ട് കളിക്കണം. ജസ്റ്റ് ഡാഷ് അമക്കി സൈഡിലോട്ട് കൊടുത്തു, നേരെ ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ ഇപ്പം നേരെ വന്നിട്ട് നേരെ ഷൂട്ട് അങ്ങനെ അവിടെ വീണു. ആ ഗോള് നിങ്ങൾ നോക്കണം. ഞാൻ ജസ്റ്റ് ഏത് കാലം കൊണ്ട് എനിക്ക് ഇവൻ അടിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ വശമില്ലാത്ത സ്ഥലത്ത് കൊടുത്തിട്ട് ഒരു അങ്ങേര് വീണത്. വശമില്ലാതെ അവൻ അടിച്ചത്. ഏത് സൈഡിലാണ് നിങ്ങളൊന്ന് പഠിക്കണം. കണ്ടല്ലോ, ഉണ്ട്. ചെറിയൊരു വശം ഉണ്ടായെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ അങ്ങനെ അടിച്ചു കൊടുത്തു. ഞാൻ മെസ്സിയൊക്കെ ഹെഡ് ഫുട്ടും കണ്ടു. എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടുള്ളത്. ഞാൻ എനിക്ക് ഇതൊന്ന് കാണിച്ചത്. ഇപ്പം ഇവൻ ലെഗ് ഫുട്ടാന്ന് നോക്കട്ടെ. ഓക്കെ, റൈറ്റ് ഫുട്ട് കണ്ടു. നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കണം. എടുത്ത് കേട്ടത് തറയുള്ളൂ. അവൻ തന്നെ അതെടുത്തു. കണ്ടു. അടുപ്പിച്ച് 2 ഷൂട്ടോ 3 ഷൂട്ടോ അങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ ഇപ്പം ബോൾ എടുത്തോണ്ട് പോട്ടെ. ഞാൻ ഒന്നും ചെയ്യുന്നത് ഡാഷ് ആൻഡ് പ്രഷർ അമക്കി ഏത് പ്ലെയർ എനിക്ക് സെലക്റ്റായി കിട്ടിയത് അത് ഇനി കിട്ടിയില്ല. സ്വിച്ച് നോക്കി കരുവാണെങ്കിൽ അടുത്ത പ്ലെയറിലോട്ട് നമുക്ക് ചാടാം. അല്ല, അത് പോയിട്ടില്ലേ? ഇപ്പോൾ പോയി. ഇപ്പം സമാധാനമായി എനിക്ക്. എറിയുമ്പോൾ നമ്മൾ നേരെ ഡാഷ് അമക്കി നേരെ അങ്ങോട്ട് ഓടി അങ്ങ് പോവും. നേരെ ബോൾ എടുത്ത് അങ്ങ് ഓടിയിട്ട് അടിച്ച് വീശിയ കൊടുത്ത്. ഇങ്ങനെ വെച്ചാൽ ഇപ്പം ഞാൻ അടിച്ചതെന്ന് പറയുന്നത് ലോങ് ബോൾ ഷൂട്ട് അങ്ങനെ കണ്ടിന് പറയുന്നത്. അത് നമുക്ക് ഇതിൻ്റെ അത് മാനേജറിനെ സെലക്ട് ആക്കാം. എൻ്റെ കിടക്കുന്ന മാനേജർ എനിക്ക് മാനേജരാ നോക്കിയില്ലായിരുന്നു. മാനേജർ ആദ്യമേ കിട്ടുന്നൊരു മാനേജർ. ഇവൻ എത്ര വയസ്സുണ്ടെന്ന് വെച്ചാൽ മാനേജർ സെറ്റിങ്സിൻ്റെ അത് കാര്യമാണെങ്കിൽ 45 വയസ്സുള്ള ഒരു പുള്ളിക്കാരൻ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നോക്കാൻ പറ്റുന്നു. ഇതിൻ്റെ അകത്ത് എന്താ മാനേജേഴ്സ് നമുക്ക് സെലക്ട്. ഇപ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മാനേജേഴ്സ് വെച്ചാൽ നല്ല എന്താ കളിക്കാൻ അറിയാവുന്നതും അത്യാവശ്യം പ്രൊഫഷണൽ രീതി കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ തരുന്ന ആൾക്കാരായിരിക്കും ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇത് വരുന്നത്. പക്ഷേ അന്നും പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെയൊന്നുമില്ല. ഇഷ്ടോളം കണ്ടു. ഇപ്പം തന്നെ ഞാൻ തെള്ളി കിട്ടും. ആദ്യത്തെ ഇത് കിട്ടും എനിക്ക്, അത് ഉറപ്പാണ്. വരട്ടെ. ശരി, ഞാൻ റെഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്. കാരണം അവൻ അത്യാവശ്യം നല്ല കരഞ്ഞു. പക്ഷെ മറ്റവൻ എന്തിനാ റെഡ് കിട്ടിയെന്ന് എനിക്കും അറിയും. ഇവൻ റെഡ് കിട്ടി. ഇവൻ തന്നെ കയറി നടക്കട്ടെ. അതാണ് നല്ലത്. കണ്ടിപ്പോൾ അവൻ ഇട്ടത് നല്ല ഹൈറ്റിലിട്ടത്. അപ്പോൾ നമുക്കതെങ്ങനെ അടിക്കുന്നതെന്ന് നോക്കിയാലോ. പാസ് താരോട്ട് ഇങ്ങനെ ആക്കുവാണെങ്കിൽ താരോട്ട് കണ്ടു. ഇത് ഇച്ചിരി പവറിലായിട്ട് ത്രൂ ഇട്ടത് ഓഫ് സൈഡ്. അത് കാരണം ഞാൻ അറ്റത്തേക്കുമ്പോൾ എനിക്ക് ബോൾ ഒത്തിരി സ്പീഡിൽ തന്നെ കണ്ടോ. അത് ഓഫ് സൈഡ് വരും. ഇച്ചിരി കാര്യം ശ്രദ്ധിക്കണം. ഓഫ് സൈഡ് വരാതെ കളിക്കുന്ന ഇച്ചിരി ടഫായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അത് ഇച്ചിരി ടഫായിരിക്കും ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവനെ തള്ളിയിട്ട് കേട്ടോ, അവൻ്റെ ബോൾ ഇങ്ങോട്ട് എടുക്കുന്നു, ഇങ്ങോട്ട് തള്ളിയിടുന്നു. ഗൈസ്, നിങ്ങൾക്ക് സംശയമില്ല ഗൈസ് ഞാൻ എങ്ങനെ ദൂരെ അടിക്കുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടു, അപ്പോൾ ദൂരെ അടിച്ച് അവനത് കണ്ട് അതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തപ്പോൾ അവൻ വിചാരിച്ചത് കടുപ്പ് അത്യാവശ്യം ഹൈറ്റിലിട്ട് കൊടുത്തത്. ഇതിനൊക്കെ ഞാൻ എൻ്റെ അത് 10-11 ഗോൾ വരെ അടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അടിക്കും.
കണ്ടോ സുഖമായിട്ട് നമുക്ക് അടിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചുമ്മാ പ്ലേയേഴ്സിനെയും കൊണ്ട് ഇത് കളിപ്പിക്കാൻ സമ്മതിക്കാൻ പറ്റത്തില്ല. പ്ലേയേഴ്സിന് ഹെൽത്ത് ഉണ്ട് വെച്ചാൽ സ്റ്റാമിന കുറയുന്നതനുസരിച്ച് പ്ലേയേഴ്സിൻ്റെ സ്പീഡും അതിനനുസരിച്ച് കുറയും. ഇപ്പം ഞാൻ അവനെ ത്രൂ ഇട്ട് ഇച്ചിരി ഹൈറ്റ് ത്രൂ ഇട്ടിട്ട് കണ്ടു ബൗൺസ് ചെയ്തിട്ട് ഒറ്റ അടി അടിച്ച് അത് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു മെത്തേഡ് പവർ ഷൂട്ട് അടിച്ചൊരു മെത്തേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ വാച്ചപ്പ് കൊടുക്കുന്നു, നേരെ അങ്ങോട്ടങ്ങ് പോവാം. കിട്ടത്തില്ല. ഇനി പ്രഷർ കൊടുക്കുമ്പോൾ കണ്ടു എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രഷർ മാത്രം നിൽക്കില്ല. ഓ അത് മനസ്സിലായിട്ട് അവൻ അടിച്ചിട്ടും കാര്യമില്ല. കണ്ടോ ഇപ്പം അവൻ കാണിച്ച മണ്ടത്തരമാണ്. ഇപ്പം അവൻ ഷൂട്ട് അടിച്ചപ്പം ഹൈ സ്പീഡിൽ കയറി, നല്ല പവറായിട്ട് കയറി. പവർഫുൾ ഷോട്ട് അടിക്കാൻ ഉദ്ദേശിച്ചത് ഇച്ചിരി സ്പീഡ് കയറിയത് അത് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഗോൾ കീപ്പറിൻ്റെ അടിയാണ് ഇനി കാണിക്കുന്നത്. ആംഗിൾ ചെയ്താൽ നമ്മൾ മുമ്പ് സാധനം തന്നെ ഞാൻ ജസ്റ്റ് അത് പൊക്കി കൊടുക്കുന്നു, ഇച്ചിരി സൈഡാണ് നോക്കുന്നു, പൊക്കി ഇച്ചിരി കൊടുക്കുന്നു, സൈഡിലോട്ട് ഇനി ചതിക്കുന്നു. അതെല്ലാം ലെഫ്റ്റ് സൈഡിലാണ്. അത് നമുക്ക് അതിൻ്റെ അത് വായിച്ചാൽ തന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എള്ളിടുന്നുണ്ട്. ഇപ്പോൾ വന്നേക്കുന്ന ഒബ്ജക്റ്റ് കംപ്ലീറ്റഡ് ആയിരുന്ന ഒരു ഇതായതിൻ്റെ ഇത് ഫസ്റ്റ് കളിയിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ അക്കൗണ്ട് ഫസ്റ്റായിട്ട് കളിക്കുന്നതും കൊണ്ട് തോന്നുന്നത്. ഓക്കെ നമ്മളിതൊന്ന് നെക്സ്റ്റ് വിട്ടു. കണ്ടു റേസിൻ്റെ എല്ലാം ലെവൽസ് കൂടുന്നുണ്ട്. ആർക്കും ബോണസ് കൂടിയിട്ടില്ല കണ്ടല്ലോ. അങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ കൂടും. ഇതാണ് സ്പെഷ്യൽ കാർഡ്. ഇതുണ്ടെങ്കിൽ എല്ലാവരും എടുക്കാം. ഞാൻ ഇതൊരു എടുത്തിട്ടില്ല കേട്ടോ, അങ്ങനെ എടുക്കാതിരിക്കുക. കണ്ടല്ലോ എനിക്ക് അവിടെ ഒരു എന്തുവാ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെയാ DMFനെ പിടിച്ച് ഒരു പൊട്ട DMFനെ ഇതിൻ്റെ അകത്തെടുത്തേക്ക് ഇടുക. തൽക്കാലത്തേന് ഇട്ടേക്കാന്നാണേ. പക്ഷേ ലെവൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം. നമുക്ക് ബാക്ക് അടിക്കാം. മിഷൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൻ്റെ അകത്താണ് ഈ ഒബ്ജക്റ്റ് ക്ലെയിമിങ് ഒക്കെ വരുന്നത്. റിസീവ് ഓൾ കൊടുക്കണം, ഹോം എടുക്കണം. അപ്പം ഇതാണൊരു ഇത് വരുന്നത് ടൈം ഓഫ് സ്കില്ലപ്പ്. അത് നമുക്ക് പിന്നെ ചെയ്യാം. അതെ ഓക്കെ ഓക്കെ. ഇനി ഉള്ളതെന്ന് പറയുന്നത് ടീമിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ അവന്മാരൊക്കെ ഇറങ്ങി കേട്ടോ. ഓക്കെ മെസ്സി ഇവിടോട്ട് കയറ്റി അങ്ങ് ഇടുക. CF അല്ല മെസ്സി ഇതുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് AMF ഉണ്ട്, നടുക്ക് വരും. പിന്നെ അടുത്തതായിട്ട് വരുന്ന RV റൈറ്റ് ബാക്ക്. ഓ പിന്നെ അടുത്തത് സെൻറ്റർ അല്ല അങ്ങനെ കണ്ടായിരുന്നേ, അതിങ്ങോട്ട് ഇടണം. DMFനെ ഈ സൈഡിലോട്ട് കയറ്റിയിരുന്നു. ഇപ്പോൾ തന്നെ 2000 അടിച്ചു കേട്ടോ. CMF വേറെ ഒന്നുമില്ല, അതിനെക്കുറിച്ച് ഇതായിട്ടില്ല കൂട്ടിക്കേട്ടാം. പിന്നെ വേറെ CMF കൂടെ ഉണ്ടല്ലോ, അതിനെ കൂട്ടിക്കേട്ടാം. ഇപ്പോൾ 2100 CF ഉണ്ട്, അവനെ പിടിച്ചിട്ടു. ലെഫ്റ്റ് അതിൻ്റെ അവൻ തന്നെ വേറെ അല്ല ഗോൾ കീപ്പർ. ഈ 90,000 അല്ല 1 കോടി അല്ലല്ല എന്താ അല്ലല്ല എന്താ പറയുന്നത് 19,000 rupees GP അങ്ങനെ തന്നെ പറയുന്നത്. GP പിന്നെ ഗോൾഡ്. അത് ഈ ഫുട്ബോളിൻ്റെ അകത്ത് കയറണം. ഇതിൻ്റെ അകത്ത് കയറണം. ഇവനെ എൻ്റെ ഒരു കൂട്ടാൻ എടുത്തേ.